അച്ഛൻ മരിച്ചിട്ട് 20 ദിവസമായില്ല അമ്മേ. എത്ര പെട്ടെന്ന് ദിവസം പോണേ. എത്ര ആരോഗ്യത്തോടെ നടന്ന ഒരു കുഴപ്പമില്ലായിരുന്നു. എന്നിട്ട് പെട്ടെന്ന് അങ്ങ് പോയി നമ്മളെ ഒറ്റയ്ക്കാക്കിയിട്ട്. അച്ഛൻ എത്രയൊക്കെ സ്വപ്നങ്ങളുണ്ടായിരുന്നിരിക്കും അല്ലേ. അച്ഛൻ്റെ ഏറ്റവും വലിയ സ്വപ്നവും പ്രതീക്ഷയൊക്കെ നിന്നിലായിരുന്നു. നീ ഒരു നല്ല നിലയിൽ എത്തണമെന്നായിരുന്നു അച്ഛൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. നീ നന്നായി പഠിക്കണേ മോളെ. എനിക്കറിയാമേ, ഞാൻ പഠിക്കും. അച്ഛന് നടക്കാൻ പറ്റാതെ പോയ കുറേ കാര്യങ്ങളുണ്ട്. അത് ഞാൻ എന്നിലുള്ള നടത്തും. ഞാൻ നിന്നോട് 2 ദിവസമായിട്ടൊരു കാര്യം ചോദിക്കണമെന്ന് വിചാരിച്ചാൽ മറന്നുപോയി. മോഹിനിച്ചിട്ട അച്ഛൻ മരിച്ച ദിവസം നിൻ്റെ അടുത്ത് എന്തെങ്കിലും വന്ന് പറഞ്ഞായിരുന്നോ? അമ്മമ്മ പറഞ്ഞു നീ എന്തോ തിരിച്ചു പറഞ്ഞു എന്നോ എന്തൊക്കെയോ ഒരു സംസാരം ഉണ്ടായിന്ന്. ആ സ്ത്രീയുടെ സ്വഭാവം അമ്മയ്ക്ക് അറിയാമല്ലോ. എന്തെങ്കിലും കുത്തിത്തിരിപ്പുണ്ടാക്കാൻ നടക്കുകയാണ് ആ പിശാചി. ഞങ്ങൾ തന്നെ വിളിക്കും. അച്ഛൻ മരിച്ചു കിടക്കുക, ഞാൻ ആ വിഷമ ഷോക്കിലൊക്കെ ഇരിക്കുമ്പോൾ എൻ്റെ അടുത്ത് ഒന്നും ആ സ്ത്രീ ചോദിക്കുക, അച്ഛനെ എന്താ നേരത്തെ ആശുപത്രിയിൽ കൊണ്ടുപോകാഞ്ഞേ, മരിക്കുന്നവരെ എന്തിനാ നോക്കിക്കൊണ്ട് തന്നെ, അച്ഛനെ കൊല്ലിച്ചതാണോ എന്നൊക്കെ. ഇനി ഞാൻ കൊലയേറി വന്നു. ഞാൻ ആ സിറ്റുവേഷൻ നോക്കിയിട്ട് ഒന്നും നോക്കിയില്ല, വായി തോന്നിയൊക്കെ വിളിച്ചു പറഞ്ഞു. ആരൊക്കെയോ എന്തൊക്കെയോ കേട്ടു എന്നൊക്കെ തോന്നുന്നു. എന്നോട് ആരും ഒന്നും ചോദിച്ചില്ല. ഞാൻ പറയണ വഴി കേട്ട വഴി ഒറ്റ ഓട്ടമായിരുന്നത്. അങ്ങനെ പറഞ്ഞ ഇന്ന് മനസ്സാക്ഷിയാണ് ആ സ്ത്രീക്ക്. ഒരു സ്വന്തം അച്ഛൻ മരിച്ചേക്കണ മകളുടെ അടുത്ത് വന്ന് പറയാൻ പറ്റിയൊരു കാര്യമാണ്. ഇങ്ങനെയും ചില വിഷങ്ങളുണ്ട്. മറ്റുള്ളവരെ എങ്ങനെയെങ്കിലും വേദനിപ്പിക്കാൻ നോക്കി നടക്കുന്നവർ. എന്തായാലും ഞാൻ കണക്കിന് കൊടുത്തിട്ടുണ്ട്. എന്താ അമ്മേ, എന്തു പറ്റി? എന്തോ ഒരു ചെറിയൊരു തലയിറക്കം പോലെ. അച്ഛൻ മരിച്ച ശേഷം അമ്മ മര്യാദയ്ക്ക് ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല. അതിൻ്റെ ക്ഷീണം. അതിൻ്റെ എന്താ നിനക്ക് പറ്റിയേ? എന്താ ക്ഷീണം മുഖത്തൊക്കെ? അമ്മ, ഞാൻ പറയാതിരിക്കുമായിരുന്നു. ഇത് പറയാനുള്ളൊരു മടിയുണ്ട്. എനിക്ക് ചെറിയ ഡൗട്ടുണ്ടായിരുന്നു. ഇപ്പം ചെക്ക് ചെയ്ത് നോക്കിയായിരുന്നു ഞാൻ. അപ്പോഴാണ് മനസ്സിലായ ഞാൻ പ്രഗ്നൻ്റ് അമ്മ. എൻ്റെ ദൈവം, നീ എന്താ നിസ്സാരമായിട്ട് ഈ കാര്യം പറയുന്നേ? അവൻ മരിച്ചിട്ട് 10-20 ദിവസമായിട്ടുള്ളൂ. അതിൻ്റെ മുന്നേ നീ ഗർഭിണിയോ? എടി, നിനക്ക് 19 വയസ്സുള്ള മോളുണ്ട്. ആ കൊച്ചിൻ്റെ കാര്യം നീ ഓർക്കണ്ടല്ലേ? ഇതൊക്കെ നീ ശ്രദ്ധിക്കണ്ടല്ലേ? ഈ ഒരു പ്രായത്തിൽ, ഈ ഒരു സാഹചര്യത്തിൽ നാട്ടുകാരൊക്കെ അറിഞ്ഞ് എന്ത് പറഞ്ഞുണ്ടാക്കും? എനിക്കറിയില്ല അമ്മ എന്ത് ചെയ്യണമെന്ന്. ഇങ്ങനെയൊക്കെ ആവുമെന്ന് വിചാരിച്ചില്ല. ചേട്ടൻ ഇത്രയോട്ട് തന്നെ വിട്ട് പോകുമെന്ന് വിചാരിച്ചില്ല. ഇതെന്താ, ഞാനെന്താ ചെയ്യുക? എന്തായാലും പറ്റിയത് പറ്റി. ഇനി അത് പറഞ്ഞുകൊണ്ടിട്ട് വല്ല കാര്യമുണ്ടോ? എടി, ഞാനൊരു കാര്യം പറയാം. ഇതിപ്പോൾ ആരും അറിഞ്ഞിട്ടില്ല. ഇതിപ്പോൾ നമ്മൾ മാത്രം അറിഞ്ഞിട്ടുള്ള കാര്യമല്ലേ. നമുക്കൊരു ആശുപത്രി കൊണ്ടുപോയി ഇത് കളയാന്നേ. ഇതിങ്ങനെ പറ്റത്തില്ല. എടി, ഒരു കുഞ്ഞിന് ജന്മം നൽകാൻ പറ്റിയൊരു സാഹചര്യവും പ്രായവും അല്ല നിൻ്റെ. അമ്മ എന്താ അമ്മ പറയണത്? ഈ കുഞ്ഞിനെ ചേട്ടൻ എനിക്ക് തന്നിട്ട് പോയതാ. കാര്യമൊക്കെ ശരിയാ. എൻ്റെ പ്രായം, സാഹചര്യം ഒന്നും ശരിയല്ല. പക്ഷെ കുഞ്ഞിനെ ഞാൻ കളയില്ല അമ്മ. ഞാൻ പ്രസവിക്കും. നിൻ്റെ ഒറ്റബുദ്ധിക്ക് തീരുമാനം എടുക്കേണ്ട കാര്യമല്ലത്. നീ നിൻ്റെ മോളുടെ അടുത്ത് ഈ കാര്യം എങ്ങനെ പറയും? നീ അതിനെക്കുറിച്ച് ചിന്തിച്ചോ? അതുതന്നെ എനിക്കറിയില്ല. പക്ഷെ അവിടെ ഞാൻ പറയും. അവൾ ഏത് രീതിയിൽ പ്രതികരിക്കുമെന്ന് എനിക്കറിയില്ല. നീ ഒന്ന് ചെന്ന് പറഞ്ഞു നോക്ക്. അവളുടെ വായി നല്ല ചീത്ത കേൾക്കും നിനക്ക്. 19 വയസ്സായി. അത്യാവശ്യമുള്ള പക്വതയൊക്കെ അവൾക്കായി. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയെടുക്കാനും. എടി, ഇത്രയും പ്രായമായ തൻ്റെ അമ്മ അച്ഛനും മരിച്ചിട്ടിരിക്കുമ്പോൾ ഒരു ഗർഭിണിയായെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ, എടി, അവളുടെ കൂട്ടുകാരുടെ മുന്നിൽ എങ്ങനെ നോക്കും? അമ്മ, കാര്യമൊക്കെ ശരിയായിരിക്കും. പക്ഷെ കുഞ്ഞിനെ ഞാൻ ഉപേക്ഷിക്കില്ല അമ്മ. അത്ര തന്നെ. അമ്മ അച്ഛനോടൊന്ന് പറയണം. എനിക്ക് പറയാനുള്ളൊരു ഇതുള്ളതുകൊണ്ട് അമ്മ ഒന്ന് പറയും. അമ്മ അച്ഛനോട് പറഞ്ഞോ? മോളെ, നമുക്കിത് വേണോ? ഇപ്പം തന്നെ നിൻ്റെ മകളുടെ പഠിപ്പും കല്യാണവും ഒക്കെ എങ്ങനെ നടക്കുമെന്ന് അറിയില്ല. നിനക്കാണെങ്കിൽ ഒരു ജോലിയും ഇല്ല. ഇനി ഒരു കുഞ്ഞും കൂടെ വന്നു കഴിഞ്ഞാൽ അതിനെ എങ്ങനെ നോക്കും? ഞങ്ങൾക്കോ വയസ്സായി. സഹായിക്കാൻ എത്ര കാലം ഉണ്ടാവുമെന്ന് പോലും അറിയില്ല. അത് ഞാൻ എങ്ങനെയെങ്കിലും ജോലി ചെയ്ത് നോക്കിക്കോളാം അമ്മ. ഈ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ മാത്രം അമ്മ പറയല്ലേ. നിങ്ങൾക്കൊന്ന് പറഞ്ഞൂടെ മനുഷ്യ?
അവളിങ്ങനെ വാശി പിടിക്കുമ്പോൾ ഞാൻ അതും അറിയാൻ ഇതൊക്കെ എനിക്ക് പറയണതിൽ ഒരു പരിധിയില്ലേ. ഈ രണ്ടു കോടി ഉടനെ കിട്ടുമോ? ആദ്യം 3 ലക്ഷം രൂപ കിട്ടും, അത് കഴിഞ്ഞ് ബാക്കി ഒരുമിച്ച് കിട്ടുമെന്ന് ഇതിൽ പറഞ്ഞേക്കണേ. അല്ല, നിങ്ങളെന്താ വലിയ കോടിയുടെയും ലക്ഷങ്ങളുടെയും കണക്കൊക്കെ പറയുന്നേ? നമ്മുടെ പോടെ ഭാഗ്യം എന്ന് പറഞ്ഞാൽ മതി. അവൻ പോയാൽ ഇവർക്ക് ജീവിക്കാനുള്ളത് കരുതി വെച്ചിട്ടാ പോയത്. അച്ഛാ, ചേട്ടൻ ഞങ്ങൾക്ക് വേണ്ടി 2 കോടി രൂപയുടെ ടേം ഇൻഷുറൻസ് മുൻകൂട്ടി എടുത്തു വെച്ചിരുന്നു. അതിൻ്റെ പൈസ കിട്ടും, ആ കാര്യമാണ് പറഞ്ഞത്. അവൻ മുൻപ് പറഞ്ഞിട്ടുണ്ട്. അന്ന് മാസം 800 1000 രൂപയൊക്കെ വെറുതെ കളയാൻ നിനക്ക് വട്ടാണോ എന്ന് ഞാൻ ചോദിച്ചിരുന്നു. ഇപ്പൊ മനസ്സിലായി അതിന്റെ ഗുണം. ഇവരുടെ അടുത്ത ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കമൻറ്റിലും കൊടുത്തിട്ടുണ്ട്. അനിയൻകുട്ടനോട് ഒരെണ്ണം എടുത്തു വയ്ക്കാൻ പറയായിരുന്നു. ഇത് കുടുംബം നോക്കുന്ന എല്ലാവർക്കും അത്യാവശ്യം വേണ്ടതാ. അത്യാവശ്യം വരുമാനവും ശമ്പളം ഉള്ളവർക്ക് പെട്ടെന്ന് കിട്ടുക വെച്ചാൽ അവനോട് ഞാനും പറയാം. ഇപ്പം നിങ്ങൾക്ക് ആശ്വാസമായില്ലേ? ഇനി എൻ്റെ വയറ്റ് വളർന്ന ജീവനെക്കുറിച്ച് മുൻപ് പറഞ്ഞ പോലെ ഒന്നും പറയരുത്. നമ്മുടെ മോളെ എന്തായാലും ദൈവം അങ്ങനെ കൈവിടില്ല ഏട്ടാ. ഇനി എന്തായാലും അവളുടെയും ചിന്നുമോടെയും ഇനി വരാൻ പോകുന്ന കുഞ്ഞിൻ്റെയും ഭാവി ഓർത്ത് നമുക്ക് ടെൻഷൻ അടിക്കണ്ട. മരിക്കുന്നതിന് മുന്നേ അവനത് ചെയ്തു വെച്ചോണ്ട് നമ്മുടെ പോടെ ഭാവി ഓർത്ത് ഈ വയസ്സാം കാലത്ത് നമുക്ക് ആദ്യം പിടിക്കണ്ട. എന്താ മേ? അത് പിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ മേ പറ. അത് ഞാൻ എനിക്ക് അമ്മയ്ക്ക് ഇതെന്ത് പറ്റി? ഭയങ്കര തളർച്ചയാണല്ലോ, തല ഇറക്കും, ഛർദി. നമുക്ക് ആശുപത്രിയിൽ പോവാ. അത് പിന്നെ ഞാൻ ഗർഭിണിയാണ്. അമ്മ എന്തായി പറയുന്നേ? മോളെ, അമ്മയ്ക്കറിയാം നിനക്ക് തീരെ അഡ്ജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. പക്ഷെ അച്ഛൻ മരിക്കുന്നതിന് മുമ്പ് എനിക്ക് തന്നിട്ട് പോയതാണത്. ഇതാണ് സത്യാവസ്ഥ. നിൻ്റെ ഈ പ്രായത്തിൽ നിൻ്റെ അമ്മ ഗർഭിണിയാന്ന് എൻ്റെ കൂടെ പഠിക്കുന്ന പിള്ളേരൊക്കെ അറിഞ്ഞ് ഞാൻ നാണക്കേടാൻ നിന്നെ കളിയാക്കുന്നൊക്കെ അമ്മയ്ക്കറിയാം. പക്ഷെ ഇതാ സത്യാവസ്ഥ. എനിക്ക് തീരെ പറ്റില്ലെങ്കിൽ, അംഗീകരിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അപ്പോൾ കളയാം. അമ്മ എന്ത് നാണക്കേടാ അമ്മ? അമ്മ എനിക്ക് സന്തോഷമുള്ളൂ. അമ്മ കളയാന്നൊന്നും പറയല്ല അമ്മ. ഒരു ഒറ്റ മകളായിട്ട് ജീവിക്കുന്നതിൻ്റെ ബുദ്ധിമുട്ട് എനിക്ക് നല്ലോണം അറിയാം, കൂടപ്പിറപ്പുകളൊന്നും ഇല്ലാതെ. പക്ഷെ ഇതിപ്പം എനിക്കൊരു അനിയനും അനിയത്തി ഉണ്ടാകുമ്പോൾ അമ്മ കളയാന്ന് പറയല്ലേ, അങ്ങനെ ആലോചിക്കുക പോലും ചെയ്യല്ലേ അമ്മ. ഭയങ്കര സന്തോഷമായി അമ്മ. എനിക്കൊരു കുഴപ്പമില്ല, എനിക്കൊരു നാണക്കേടില്ല. അതെന്ത് വേണം പറഞ്ഞോട്ടെ, എനിക്കൊരു കുഴപ്പമില്ല അമ്മ. അമ്മ കളയാനൊന്നും പറയല്ലേ അമ്മ. അമ്മ എനിക്ക് അച്ഛൻ മരിച്ചതിന് ശേഷം സന്തോഷം പറഞ്ഞു ഒരു സന്തോഷം കിട്ടിയപ്പോഴാണ് എനിക്ക്. അമ്മ അപ്പം നമുക്ക് കുഴപ്പമൊന്നുമില്ലേ? അപ്പം ഇന്നില്ലാണ്ട് എനിക്ക് ഒരു കുഴപ്പമില്ല അമ്മ. എനിക്ക് സന്തോഷമായി അമ്മ. അമ്മ കളയൊന്നും ചെയ്യില്ല അമ്മ. അമ്മ പറയല്ല അമ്മ, ദയവായിട്ട് തന്നെ അമ്മ. അമ്മ നമുക്ക് അമ്മ ഞാൻ എല്ലാം പൊന്നു പോലെ നോക്കാം. അമ്മ ഇനി വീട്ടിൽ പണിയൊന്നും ചെയ്യണ്ട അമ്മ. ഞാൻ സഹായിക്കാം. എല്ലാ കാര്യം വേണമെങ്കിൽ ഞാൻ തന്നെ ചെയ്തോളാം. അമ്മ ഒന്നും ചെയ്യണ്ട അമ്മ. ഞാൻ അമ്മ ഫുൾ റെസ്റ്റ് എടുത്തോട്ടാ. നമുക്ക് ഒരു കുഞ്ഞു നമ്മുടെ വീട്ടിൽ നമ്മളല്ലാണ്ട് അച്ഛൻ പോയി കഴിയുമ്പോൾ നമ്മൾ മാത്രമായി പോയില്ലേ. നമുക്ക് വേറൊരാളും കൂടെ. അയ്യോ, താങ്ക് ഗോഡ്. ഒരു കുടുംബത്തിൽ സമ്പാദിക്കുന്ന ആൾ മരണപ്പെട്ടാൽ ആ കുടുംബത്തിന് സാമ്പത്തികമായി വലിയ ബുദ്ധിമുട്ടുകൾ സഹിക്കേണ്ടി വരും, അതും വർഷങ്ങളോളം. അതില്ലാതിരിക്കാൻ ഇന്ന് ചെറിയൊരു തുക മുടക്കി മുൻകൂട്ടി ഒരു ടേം ഇൻഷുറൻസ് എന്തായാലും എടുത്തിരിക്കണം. അപ്പോൾ പിന്നെ ദൗർഭാഗ്യവശാൽ നിങ്ങൾ മരണപ്പെട്ടാലും കുടുംബത്തിന് അടുത്ത 15-20 വർഷം സാമ്പത്തികമായി ബുദ്ധിമുട്ടില്ലാതെ ജീവിക്കാനുള്ള തുക അതിൽ നിന്ന് കിട്ടും. അത്യാവശ്യം വരുമാനം ജോലിയുള്ളവർക്ക് ഇത് എളുപ്പത്തിൽ എടുക്കാം. അതിന് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമന്റിലും കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ തന്നെ ചെക്ക് ചെയ്യുക.